ഹായ്, ഐ എം ജയ റജി മത്തായി. ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്ക് എന്നെപ്പറ്റി സംസാരിക്കാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. അതായത് ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് ശേഷം എനിക്ക് വളരെയധികം ക്വസ്റ്റ്യൻസ് നിങ്ങളെല്ലാവരും എന്നോട് ചോദിച്ചു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നേഴ്സിംഗ് റിലേറ്റഡാണ്. നേഴ്സിംഗ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ അത് ആൻസർ ചെയ്യാൻ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. കാരണം അതെൻ്റെ ഫീൽഡാണല്ലോ. അപ്പോൾ വളരെയധികം ക്വസ്റ്റ്യൻസ് ചോദിച്ചു. പക്ഷേ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് വളരെയധികം കൂടുതൽ ആൾക്കാർ ചോദിച്ച ഒരു ക്വസ്റ്റ്യനാണ്. അത് ഇതാണ്: ഞാൻ നേഴ്സിംഗ് പാസ്സായി. അത് കഴിഞ്ഞിട്ട് ഞാൻ വേറെ ഫീൽഡിലാണ് ജോലി ചെയ്യുന്നത്. എനിക്ക് തിരിച്ച് നേഴ്സിങ്ങിലോട്ട് വന്നാൽ കൊള്ളാമെന്നുണ്ട്. പിന്നെ ഞാൻ നേഴ്സിംഗ് പാസ്സായി കുറേ നാളായിട്ട് ഞാൻ ജോലി ചെയ്യുന്നില്ല. അങ്ങനെ ഞാൻ നേഴ്സിംഗ് പാസ്സായിട്ട് 5 വർഷമായി, 10 വർഷമായി, കുറേ നാളുകളായി. എനിക്ക് തിരിച്ച് നേഴ്സിങ്ങിലോട്ട് വന്നാൽ കൊള്ളാമെന്നുണ്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് എന്നോട് നാട്ടിലുള്ളവരോ അമേരിക്കയിലുള്ളവരോ മാത്രമല്ല, ലോകത്തിൻ്റെ പല ഭാഗത്തുള്ളവർ ഈ ക്വസ്റ്റ്യൻ എന്നോട് ചോദിച്ചു. കാരണം അവർക്ക് പലർക്കും ഇനി നേഴ്സിംഗ് കരിയറിൽ തൻ്റെ ജോലി തുടർന്നാൽ കൊള്ളാമെന്നുണ്ട്. കാരണം ഇവരിൽ പലരും, അതായത് ഇപ്പോൾ ഇവിടെ അമേരിക്കയിൽ ഉള്ളവരെ പറ്റി പറയുവാണെങ്കിൽ കൂടുതൽ ആൾക്കാരും ഇങ്ങനെ ഫാമിലി ഫയൽ ചെയ്ത് വന്നവരുണ്ട്. അപ്പോൾ അവർ ഫാമിലി ഫയൽ ചെയ്ത് വന്നു കഴിഞ്ഞപ്പോൾ ആ സമയത്ത് ഒരു പക്ഷേ അവരുടെ സാഹചര്യം എക്സാം എഴുതാനായിട്ടുള്ള ഒരു നല്ല സാഹചര്യമല്ലായിരുന്നു. മറ്റു പലർ എക്സാം എഴുതി പാസ്സായില്ല. മറ്റു പലർ അവരുടെ പേപ്പർ വർക്കൊന്നും സമയത്ത് ശരിയായില്ല. അപ്പോൾ അവരുടെ ആ അവർക്ക് മറ്റെന്തെങ്കിലും ജോലിയിൽ സ്റ്റാർട്ട് ചെയ്യേണ്ടതായിട്ട് വന്ന് അപ്പോൾ സമയത്ത് അവർക്ക് എക്സാം എഴുതാൻ പറ്റിയില്ല. പിന്നെ മറ്റു ചിലരെന്ന് പറഞ്ഞാൽ നാട്ടിൽ നേഴ്സിംഗ് ഒക്കെ പാസ്സായി, അത് കഴിഞ്ഞിട്ട് ഗൾഫ് കൺട്രീസിലൊക്കെ പോയി കുറേ നാളൊക്കെ ജോലിയൊക്കെ ചെയ്ത് തിരിച്ച് നാട്ടിൽ വന്ന് സ്വസ്ഥം. ഈ സമയത്താണ് കുട്ടികൾക്കൊക്കെ വെളിയിലോട്ട് പോകാനായിട്ട് ആഗ്രഹം. അപ്പോൾ അങ്ങനെയുള്ളവർക്കും ഇനി നേഴ്സിംഗ് ജോലി തുടർന്നാൽ കൊള്ളാം, അത് നാട്ടിലല്ല വെളിയിലോട്ട്. അതായത് അങ്ങനെ പറയുമ്പോൾ കൂടുതൽ ആൾക്കാരും ആഗ്രഹിക്കുന്നത് അമേരിക്ക, UK, ഓസ്ട്രേലിയ, കാനഡ, അങ്ങനെ പല രാജ്യങ്ങളിലോട്ടാണ് പോകാൻ ആഗ്രഹിക്കുന്നത്. ഈ രാജ്യങ്ങളിലൊക്കെ ജോലി ചെയ്യാനായിട്ട് NCLEX RN എക്സാം പാസ്സാകേണ്ടത് ആവശ്യമാണ്. അപ്പോൾ എന്നോട് പലരും ചോദിച്ചത് ഇതാണ്: ഞങ്ങൾക്ക് ഇത്രയും നാളത്തെ ഗ്യാപ്പുണ്ട്, ഇനി ഞങ്ങൾക്ക് NCLEX എക്സാം എഴുതാൻ പറ്റുമോ? ഈ രാജ്യങ്ങളിലൊക്കെ ജോലി ചെയ്യാൻ പറ്റുമോ? നിങ്ങൾക്ക് NCLEX എക്സാം എഴുതാൻ പറ്റും. നിങ്ങൾക്ക് എത്ര നാളത്തെ ഗ്യാപ്പുണ്ടോ, നിങ്ങളുടെ ആ എക്സ്പീരിയൻസിൽ നിന്നും നിങ്ങളുടെ ആ തിയറി നോളജിൽ നിന്നും നിങ്ങൾ എത്ര ഫാർ ബിഹൈൻഡ് ആണോ അതനുസരിച്ച് ഹാർഡ് വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും. ഇപ്പം പറയുവാണെങ്കിൽ നിങ്ങൾ കുറേ നാളുകളായി, അതായത് 1-2 വർഷമല്ല, 5, 6, 10 വർഷങ്ങളായെങ്കിൽ ഒരു റിഫ്രഷ് കോഴ്സ് ഉണ്ട്, അത് അറ്റൻഡ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. പിന്നെ ഇതിനു മുമ്പ് തന്നെ നമ്മൾ NCLEX എക്സാം എഴുതാൻ റെഡി ആകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ആദ്യം നോക്കേണ്ടത് ഈ എക്സാം എഴുതാനായിട്ടുള്ള ആ ക്രൈറ്റീരിയ ഉണ്ട്. ചില ക്രൈറ്റീരിയാസ് ഉണ്ട്. അതായത് മെഡിക്കൽ, സർജിക്കൽ, മെൻ്റൽ ഹെൽത്ത്, മെറ്റേണിറ്റി, ഇങ്ങനെ ഓരോത്തിനും തിയറിക്കും പ്രാക്ടിക്കലിനും ഇത്ര മണിക്കൂർ നമ്മളത് പഠിച്ചെന്നുള്ളത് നമ്മൾ കാണിക്കണം. അതെല്ലാം നമ്മൾ കൊണ്ടോ എന്നറിയാൻ നമ്മുടെ സർട്ടിഫിക്കറ്റ് ആദ്യമായിട്ടൊന്ന് ഇവാലുവേറ്റ് ചെയ്യിക്കണം. അതായത് ഇപ്പോൾ ഞാൻ പറയുവാണെങ്കിൽ, ഞാൻ പഠിച്ച സമയത്ത് എനിക്ക് മെൻ്റൽ ഹെൽത്തിൻ്റെ ക്ലിനിക്കൽസ് ഇല്ലായിരുന്നു. അതുകൊണ്ട് എനിക്ക് അത് അഡീഷണലായിട്ട് പോയി ചെയ്യേണ്ടതായിട്ട് വന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഞാൻ ആ ഒരു സാഹചര്യത്തിൽ കൂടെ കടന്നു പോയതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാൻ പറ്റും, ഇത് വളരെ ആവശ്യമുള്ളൊരു കാര്യമാണ്. നമ്മുടെ സർട്ടിഫിക്കറ്റ് ഇവാലുവേറ്റ് ചെയ്യണം. പിന്നെ നമ്മൾ പഠിച്ചിട്ട് കുറേ നാളായെങ്കിൽ നമ്മുടെ നേഴ്സിംഗ് സ്കൂളൊക്കെ അവിടെ ഉണ്ടോ, അക്രഡിറ്റബിൾ ആണോ, ഇതും വളരെ ആവശ്യമായിട്ട് നോക്കേണ്ട കാര്യമാണ്. നമ്മൾ ഏത് സ്റ്റേറ്റിലാണ് നമ്മൾ പഠിച്ചത്, നമ്മുടെ നേഴ്സിംഗ് ലൈസൻസ് അതും വാലിഡാണോ, ഒരു വാലിഡ് നേഴ്സിംഗ് ലൈസൻസും നമുക്ക് NCLEX എക്സാം എഴുതാനായിട്ട് ആവശ്യമാണ്. അപ്പോൾ നമ്മൾ എക്സാമൊക്കെ എഴുതാൻ വേണ്ടി നമ്മൾ മെൻ്റലി പ്രിപ്പയർഡായി. അത് കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ നേഴ്സിംഗ് ബുക്കൊക്കെ പയ്യെ പൊടിയൊക്കെ തുടച്ച് വെളിയിലോട്ടെടുക്കുക. അതായത് ഇത് പറയാൻ കാരണം, ഈ നമ്മുടെ നേഴ്സിംഗ് തിയറി, ഫണ്ടമെൻ്റൽ നേഴ്സിംഗ്, ആ ബേസിക് നേഴ്സിംഗ് നമ്മൾ പഠിച്ചത് അതൊരിക്കലും എങ്ങും പോയിട്ടില്ല, അതെന്നും സെയിം തന്നെയാണ്. അതായത് ഹാൻഡ് വാഷിങ്ങിൻ്റെ ഇമ്പോർട്ടൻറ്റ്, അതുപോലെ തന്നെ മെഡിക്കേഷൻ, ബേസിക് മെഡിക്കേഷൻസ്, പിന്നെ സേഫ്റ്റി, ഇൻഫെക്ഷൻ കൺട്രോൾ, ഇങ്ങനെ അതായത് അനാറ്റമി, ഫിസിയോളജി, ഇങ്ങനെ പല തിയറികളും പഠിച്ചതൊക്കെ
ഇപ്പോഴും അതൊക്കെ തന്നെയാണ്. കുറച്ച് പല കാര്യങ്ങളിൽ ചേഞ്ച് വന്നു, അഡ്വാൻസ്ഡ് ആയെങ്കിലും നമുക്ക് ആ നേഴ്സിങ്ങിൻ്റെയിലൂടെ തിരിച്ചു വരാൻ വേണ്ടി നമ്മൾ ആ പഠിച്ച ബുക്കുകളൊക്കെ ഒന്ന് ഫെമിലൈസ് ചെയ്ത് ഒന്ന് എടുത്ത് വായിച്ച് ഒന്നാകുക. പിന്നെ അതോടൊപ്പം തന്നെ നമ്മൾ കുറച്ച് സാമ്പിൾസ് ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യും. അപ്പോൾ നമ്മൾ സാമ്പിൾ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾക്കറിയാം ഏത് തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നതെന്ന്. കാരണം ഞാനിത് പറയാൻ കാരണം പ്രത്യേകിച്ച് നാട്ടിൽ പഠിച്ച നമ്മൾക്കൊക്കെ നല്ല രീതിയിൽ നേഴ്സിങ്ങിൻ്റെ അറിവുണ്ട്. ഇവിടെയുള്ളവർക്കില്ലെന്നല്ല, നല്ല നേഴ്സിംഗ് തിയറി നല്ലതായിട്ടറിയാം. പക്ഷേ നമ്മുടെ ക്ലിനിക്കൽസ് നമുക്ക് വളരെ കുറവാണ്. അപ്പം നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? കാരണം ഞാനിത് പറയാൻ കാരണം ഞാനൊക്കെ പഠിച്ചപ്പോൾ തന്നെ ഞങ്ങൾക്കെല്ലാം എക്സാം എല്ലാം കൂടുതൽ എസ്സേ റൈറ്റിംഗ് ആയിരുന്നു, മൾട്ടിപ്പിൾ ചോയ്സസ് കുറവായിരുന്നു. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, നമ്മൾക്ക് കൂടുതലായിട്ട് മൾട്ടിപ്പിൾ ചോയ്സസ് ആണ്. അപ്പോൾ നമ്മൾ എസ്സേ റൈറ്റിങ്ങിലൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ആ ആൻസറിനകത്ത് എവിടെയെങ്കിലുമൊക്കെ കുറച്ചുണ്ടെങ്കിൽ കുറച്ചൊക്കെ നമുക്ക് മാർക്ക് കിട്ടും. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, ഒരെണ്ണം തെറ്റിയെങ്കിൽ മൾട്ടിപ്പിൾ ചോയ്സാണ് കറക്റ്റ് ആൻസർ. നമ്മൾ ആ ആൻസർ വായിക്കുമ്പോൾ നമ്മൾക്ക് എല്ലാം കറക്റ്റായിട്ട് തോന്നും. പക്ഷേ നമ്മളെ പ്രയോറിറ്റൈസ് ചെയ്തിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ആണ് ക്രിട്ടിക്കൽ തിങ്കിങ് ആണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ആ ആൻസറേ ഉള്ളൂ കറക്റ്റ് ആവത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ കുറേ പ്രാക്ടീസ് ചെയ്യണം. നാട്ടിൽ ഒരുപക്ഷെ ഇപ്പോൾ അതൊക്കെ മാറിക്കാണും. പക്ഷേ ഞാൻ പഠിച്ച സമയത്ത് കൂടുതലായിട്ടും എസ്സേ റൈറ്റിംഗ് ആയിരുന്നു. അതിൻ്റെ മൂലയിലൊക്കെ ഇച്ചിരിയൊക്കെ ശരിയാണെങ്കിലും കുറച്ചൊക്കെ മാർക്ക് കിട്ടുമായിരുന്നു. പക്ഷേ ഇവിടെ ഇങ്ങനെ മൂലയൊന്നും 100% കറക്റ്റ് ആയിരിക്കണം, എന്നാലേ ഉള്ളൂ നമുക്കതിൻ്റെ സ്കോർ കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മൾ കുറേ സാമ്പിൾ ക്വസ്റ്റ്യനൊക്കെ പ്രാക്ടീസ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഏതെല്ലാം ഏരിയയിലാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അതായത് ശരിയാണ്, നമുക്ക് ഫണ്ടമെൻ്റൽ ഓഫ് നേഴ്സിംഗ് ഞാൻ പറഞ്ഞു. പിന്നെ നമ്മൾ മെഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഫാർമക്കോളജി നന്നായിട്ട് തറവായിരിക്കണം. മെഡിസിൻ എന്തിനാണ് ഉപയോഗിക്കുന്നത്, ഡോസ് എന്താണ്, മെഡിക്കേഷൻ കാൽക്കുലേഷൻ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു ഏരിയയാണ്. പിന്നെ മെഡ് സർജ്, മെറ്റേണിറ്റി ആൻഡ് ചൈൽഡ്, പിന്നെ മെൻ്റൽ ഹെൽത്ത്, ജെറിയാട്രിക്, പിന്നെ സേഫ്റ്റി, പിന്നെ പോളിസി പ്രൊസീജിയറുണ്ട് കുറേ ഇവിടുത്തെ. അതുപോലെ തന്നെ ഇവിടുത്തെ പല കാര്യങ്ങൾ, ഇവിടുത്തെ കൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ കാര്യങ്ങളെല്ലാം, അതായത് ഞാൻ പറയാൻ കാരണം നമ്മൾ കുറേ സാമ്പിൾസ് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പം നമ്മൾക്ക് തന്നെ ഒരു ഐഡിയ കിട്ടും ഏതെല്ലാം ഏരിയാസിലാണ് ഈ എൻഗ്ലെക്സ് എക്സാം ഫോക്കസ് ചെയ്യുന്നതെന്ന്. പിന്നെ എനിക്ക് ഏറ്റവും സഹായകരമായ ഒരു കാര്യമാണ് നമ്മളൊരു ബഡി ഗ്രൂപ്പ്, ഒരു സ്റ്റഡി ഗ്രൂപ്പ് ഉണ്ടാക്കുക. കുറേ ആൾക്കാരുമായിട്ട് നമ്മളുടെ പോലെ തന്നെ സാഹചര്യങ്ങളിൽ കൂടെ കടന്നു പോകുന്നവരും ഇങ്ങനെ എൻഗ്ലെക്സ് എക്സാം എഴുതാനായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരുമായിട്ട് ഒരു സ്റ്റഡി ഗ്രൂപ്പ് ഉണ്ടാക്കുക. ഇങ്ങനെ സ്റ്റഡി ഗ്രൂപ്പ് ഉണ്ടാക്കുമ്പം എന്താണ്, കാരണം ചിലർ മെറ്റേണിറ്റിയിൽ എക്സ്പേർട്ടായിരിക്കും, ചിലർ മെൻ്റൽ ഹെൽത്തിൽ എക്സ്പേർട്ടായിരിക്കും. അങ്ങനെ പലരുടെയും അറിവുകളും അതുപോലെ തന്നെ പലരുടെയും പഠിക്കുന്ന പാറ്റേണും മനസ്സിലാക്കുന്ന രീതികളും ഡിഫറെൻ്റാണ്. അപ്പോൾ നമ്മൾ ഒരു ഗ്രൂപ്പുള്ള ആൾക്കാരുമായിട്ട് പഠിക്കുമ്പം നമ്മൾക്ക് അത് ഒത്തിരി പ്രയോജനം ചെയ്യും. ഞാനൊരു കാര്യം വായിക്കുമ്പോൾ ഞാൻ വായിക്കുന്നതിൻ്റെ ഒരു 5%, 10%, 20% ചില സബ്ജക്റ്റ് ഞാൻ ഉൾക്കൊള്ളുന്നത്. പക്ഷേ മറ്റൊരാൾ അതിൻ്റെ 80% ഉൾക്കൊണ്ടായിരിക്കും. അപ്പോൾ അവൾ മനസ്സിലാക്കി അത് എന്നോട് പറയുമ്പോൾ അതെന്നെ കുറച്ചും കൂടെ, ഞാൻ എപ്പോഴും ഒരു ഒരാളോട് പറഞ്ഞു കൊടുത്തും പറഞ്ഞു കേട്ടും പഠിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അങ്ങനെ നമുക്ക് പലർക്കും പല ഇൻട്രസ്റ്റ് ഉണ്ടല്ലോ. അപ്പം നമ്മൾക്ക് എങ്ങനെ പഠിക്കാനാണ് താല്പര്യം, തന്നെ പഠിക്കാനാണ് താല്പര്യം നിങ്ങൾക്കെങ്കിൽ അങ്ങനെ തന്നെ പഠിക്കുക. ഗ്രൂപ്പായിട്ടാണെങ്കിൽ ഗ്രൂപ്പായിട്ട് പഠിക്കുക. ഗ്രൂപ്പായിട്ട് പഠിക്കുമ്പോൾ നമ്മൾക്കൊരു ഗ്രൂപ്പായിട്ടാണെങ്കിലും തനിയാണെങ്കിലും നമ്മളൊരു ടൈം ടേബിൾ വേണം. നമ്മളൊരു ഇന്ന സമയം മുതൽ ഇന്ന സമയം വരെ ഞാൻ പഠിക്കും എന്ന് നമ്മൾ പഞ്ച്വലായിരിക്കണം. അല്ലാതെ എൻഗ്ലെക്സിനൊക്കെ നമുക്ക് നല്ലതായിട്ട് സമയം സ്പെൻഡ് ചെയ്തത് ആവശ്യമാണ്. അതിന് പഞ്ച്വാലിറ്റി കീപ്പ് ചെയ്യേണ്ടത് ആവശ്യമാണ്. പിന്നെ മറ്റൊരു കാര്യമെന്ന് പറഞ്ഞാൽ നമ്മൾ ഒക്കെ പഠിച്ചു, ഗ്രൂപ്പൊക്കെ ആക്കി പഠിച്ചു, ഒരുവിധം നമ്മളൊക്കെ പ്രിപ്പയറായി. ഇങ്ങനെ വരുമ്പോൾ നമുക്ക് കുറേ ഓൺലൈൻ റിസോഴ്സസ് ഉണ്ട്. അതായത് ഇപ്പോൾ റിഫ്രഷ് ക്ലാസ്സിനാണെങ്കിലും കേപ്ലാൻ്റെയും അങ്ങനെ പല നേഴ്സിംഗ് സ്കൂളുകാരും പല ഓൺലൈൻ 6 month ഷോർട്ട് കോഴ്സ് അങ്ങനെ പല ക്ലാസ്സുകളും തരുന്നുണ്ട്. അത് നമ്മൾക്ക് അറ്റൻഡ് ചെയ്യാം. അതിനുശേഷം നമ്മൾ പഠിച്ചൊക്കെ കഴിയുമ്പം നമുക്ക് പല സാമ്പിൾസ് ക്വസ്റ്റ്യൻസ് റിയൽ എക്സാമിൻ്റെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. കുറേ ക്വസ്റ്റ്യൻസൊക്കെ ചെയ്ത് അപ്പം നമുക്ക് കുറേ കൂടുതലായിട്ട് തറയാകാൻ പറ്റും. അതിന് നമുക്ക് കേപ്ലാൻ ഉണ്ട്, അതുപോലെ തന്നെ മോസ്ബി ഉണ്ട്, സാൻഡേഴ്സ് ഉണ്ട്, യുവേൾഡ് ഉണ്ട്, ഒത്തിരി ഉണ്ട്. അപ്പോൾ അങ്ങനെ കുറേ സാമ്പിൾ ക്വസ്റ്റ്യൻസൊക്കെ വാങ്ങിച്ച് പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്തിട്ട് നമ്മൾക്ക് തന്നെ ഒരു കോൺഫിഡൻ്റായി ഈ എക്സാം എഴുതാൻ അങ്ങനെയുള്ളപ്പോൾ പോയി എക്സാം എഴുതുക. അപ്പോൾ എക്സാം എഴുതാനായിട്ട്
ഇത്രയുമൊക്കെ ചെയ്തു കഴിഞ്ഞിട്ടും പിന്നെയും നമുക്ക് കോൺഫിഡൻറ്റ് പോരാ എന്നുണ്ടെങ്കിൽ പല നേഴ്സിംഗ് സ്കൂളുകളും അല്ലാതെ തന്നെ പലരും പ്രൈവറ്റായിട്ടും പല എൻഗ്ലെക്സിൻ്റെ റിവ്യൂ ക്ലാസ്സസ് എടുക്കുന്നുണ്ട്. അതിന് അറ്റൻഡ് ചെയ്യുക. അതും നമ്മൾക്ക് ഒത്തിരി പ്രയോജനപ്പെടും. ഞാൻ നിങ്ങൾക്ക് തന്നെ ഇതിനു മുമ്പ് തന്നെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഡോക്ടർ ജിജി വർഗീസുമായിട്ട്. ആ വീഡിയോയിൽ വിശദമായിട്ട് പറയുന്നുണ്ട് എൻഗ്ലെക്സ് എക്സാമിൻ്റെ കോഴ്സ് എങ്ങനെ അറ്റൻഡ് ചെയ്യാം. അത് ഡോക്ടർ ജിജി വർഗീസിൻ്റെ സോളമൻസ് നേഴ്സിംഗ് കരിയർ അഡ്വാൻസ്മെൻറ്റിൻ്റെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അത് വളരെ വളരെ നന്നായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്. അത് ലോകത്തുള്ള ആർക്കും എൻഗ്ലെക്സിൻ്റെ റിവ്യൂ ക്ലാസ് കൊടുക്കുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഇതേപ്പറ്റി കൂടുതൽ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചോദിക്കുക, ആൻസർ ചെയ്യുന്നതായിരിക്കും. പിന്നെ എൻ്റെ ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്കെല്ലാവർക്കും ഒത്തിരി നന്ദി. പിന്നെ ഞാൻ ഇതോടൊപ്പം തന്നെ ഇന്ന് നിങ്ങൾക്കായിട്ട് ഞാൻ സമർപ്പിക്കുന്നത് അതായത് ഉമാ മഹേശ്വരി. അതായത് ഞാൻ എവിടെ പോയാലും ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് പിന്നെ ഞാൻ എവിടെ പോയാലും ആരെ പരിചയപ്പെട്ടാലും ആരിൽ നിന്ന് എന്തെങ്കിലും എനിക്ക് ലേൺ ചെയ്യാൻ പറ്റുമോ, അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പറ്റുമോ, അത് ഷെയർ ചെയ്യുന്നതിൽ എനിക്ക് വളരെ സന്തോഷമാണ്. അപ്പോൾ അങ്ങനെ ഞാൻ പരിചയപ്പെട്ടു. എനിക്ക് ഉമയെ നേരത്തെ പോലെ അറിയാം. പക്ഷേ നമ്മുടെ APRൻ്റെ പ്രോഗ്രാമിൻ്റെ സമയത്ത് എനിക്ക് ഉമയുമായിട്ട് കൂടുതൽ സംസാരിക്കാൻ പറ്റി. അപ്പോൾ ഇതുപോലെ തന്നെ ഇതുപോലെ തന്നെ ഒരാളാണ്. അതായത് നാട്ടിൽ നിന്ന് വന്നു, കുറേ നാൾ നേഴ്സിംഗ് ജോലിയൊന്നും ചെയ്തില്ല. പിന്നെ ഒരു റീസ്റ്റാർട്ട് ചെയ്തപ്പം നേഴ്സ് എയ്ഡായിട്ട് സ്റ്റാർട്ട് ചെയ്ത് പിന്നെ അവിടെ നിന്ന് പുള്ളിക്കാരിയും പല പ്രാവശ്യവും എൻഗ്ലെക്സ് എക്സാം എഴുതി പാസ്സായില്ല. റിഫ്രഷ് കോഴ്സിന് പോയി ഒരു നേഴ്സ് എയ്ഡായിട്ട് ജോലി ചെയ്ത് അവിടെ നിന്ന് പഠിച്ച് ഇപ്പോൾ നേഴ്സിങ്ങിൻ്റെ ഹയർ ലെവലിലെത്തിയ ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് ഉമാ മഹേശ്വരി. അതുപോലെ തന്നെ ഞങ്ങൾക്ക് അമേരിക്കയിൽ ഒരു ഇന്ത്യൻ നേഴ്സസ് അസോസിയേഷൻ ഉണ്ട്. അതിന് ഒരു വളരെ തലപ്പത്തിരിക്കുന്ന പ്രസിഡൻ്റ്, ഈ വർഷത്തെ പ്രസിഡൻ്റാണ്. അപ്പം നമുക്ക് ഉമാ മഹേശ്വരിയിൽ നിന്ന് കേൾക്കാം. ഉമാ മഹേശ്വരി കടന്നു വന്ന വഴികൾ എങ്ങനെയായിരുന്നു, കുറേ നാൾ നേഴ്സിംഗ് പഠിക്കാതിരുന്നിട്ട്, നേഴ്സിംഗ് ജോലി ചെയ്യാതിരുന്നിട്ട്, ആ നേഴ്സിംഗ് ഫീൽഡ് വിട്ടു നിന്നിട്ട് തിരിച്ച് എങ്ങനെയാണ് നേഴ്സിംഗ് ഫീൽഡിൽ എത്തിയത്, എങ്ങനെയാണ് എൻഗ്ലെക്സ് എക്സാം പാസ്സായത്, ഈ വിവരങ്ങളൊക്കെ വിശദമായിട്ട് ഉമാ മഹേശ്വരി നമ്മളോട് സംസാരിക്കുന്നതായിരിക്കും. താങ്ക് യു. എൻ്റെ കൂടെ ഇപ്പോൾ ഉള്ളത് ഉമാ മഹേശ്വരിയാണ്. എനിക്ക് ഉമാ മഹേശ്വരിയെ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 2 വർഷം മുമ്പ് ഞാൻ പരിചയപ്പെട്ടായിരുന്നു നമ്മുടെ ഒരു ഐനെറ്റ് മീറ്റിങ്ങിന്. അപ്പം ഉമാ മഹേശ്വരി ടെക്സസിൽ പുതിയതായിരുന്നു. ഓക്കെ, അപ്പം എവിടുന്ന് ഉമാ മഹേശ്വരി മൂവ് ചെയ്ത് വന്നത്? ഞാൻ ന്യൂജേഴ്സിന്ന് വന്നത്. ന്യൂജേഴ്സിന്ന്. ഞാൻ ഉമാ മഹേശ്വരി എന്ന് വിളിക്കുന്നതുകൊണ്ട് ഒന്നും ഫീൽ ചെയ്യില്ല. ഐ ലൈക്ക് യുവർ നെയിം ഉമാ മഹേശ്വരി. അതെന്റെ ഒറിജിനൽ ഫുൾ നെയിം ആണല്ലോ. എനിക്കും ആരും എന്നെ അങ്ങനെ വിളിക്കാറില്ല. സോ ഐ എം വെരി ഹാപ്പി അബൌട്ട് ഇറ്റ്. സന്തോഷമാണ്. ഓക്കെ, അപ്പം നേഴ്സിംഗ് ഒക്കെ എവിടെ പഠിച്ചത്? ഞാൻ ആക്ച്വലി ചെന്നൈയിൽ അപ്പോളോ ഹോസ്പിറ്റൽസിലാണ് പഠിച്ചത്. ആണോ? എന്നിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ അമേരിക്കയിൽ എങ്ങനെ എത്തിയേ? അമേരിക്കയിൽ അപ്പോളോയിൽ പഠിച്ചു. അവിടെ 5 കൊല്ലം ജോലി ചെയ്തു. പിന്നെ ഞാൻ കല്യാണം കഴിച്ചു. കല്യാണം കഴിഞ്ഞപ്പോഴത്തേക്കും ഹസ്ബൻഡ് ഇവിടെ 6 months ആയിരുന്നു US-ൽ. അപ്പോൾ പെട്ടെന്ന് ഒരു വെക്കേഷനിൽ വന്നു. പെട്ടെന്ന് ഞങ്ങൾ ഡിസൈഡ് ചെയ്തു, കല്യാണം കഴിച്ചു. 3 ആഴ്ചയിൽ തിരിച്ചിങ്ങോട്ട് പോരുകയും ചെയ്തു. അപ്പോൾ ഹസ്ബൻഡ് ലവ് മാരേജ് ആയിരുന്നു? അതെ. എത്ര നേരത്തെ മുതൽ അറിയുന്നായിരുന്നോ? അറിയായിരുന്നു. ഫ്രണ്ട്സ് ആയിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതല്ല, ഞങ്ങൾ ഫ്രണ്ട്സ് ആയിരുന്നു, ഫാമിലി ഫ്രണ്ട്സ് ആയിരുന്നു. അപ്പൊ പിന്നെ അങ്ങനെ അതിന്റെ ഒരു വിചാരിക്കാതെ ഒരു റിലേഷൻഷിപ്പിൽ എത്തിയിട്ട് പിന്നെ വി ഗോട്ട് റിയലി കമ്മിറ്റഡ് ടു ഇറ്റ്. ഇത് ഞങ്ങൾ തീരുമാനിച്ചു. സോ ഞങ്ങൾ വീട്ടുകാരെല്ലാം കുഴപ്പമില്ലായിരുന്നു. എനിവേ അങ്ങനെ ഇവിടെ എത്തിയപ്പോഴത്തേക്ക് അപ്പൊ ഹസ്ബൻഡ് വർക്ക് വിസയിലാണ്? ഹസ്ബൻഡ് വർക്ക് വിസയിലായിരുന്നു ഇവിടെ. കമ്പ്യൂട്ടർ എഞ്ചിനീയർ വർക്ക് വിസയിൽ, സോഫ്റ്റ്വെയർ ഇതിലായിരുന്നു. പക്ഷേ ആള് 6 months ഇവിടെ ജോലി ചെയ്തു. പിന്നെ ഇന്ത്യൻ കമ്പനിക്ക് വേണ്ടി ഇവിടെ കൺസൾട്ടന്റ് ആയിട്ട് ജോലി ചെയ്തതാ. അപ്പൊ 6 months ഗ്യാപ്പിൽ അവിടെ വന്നപ്പോൾ കല്യാണം കഴിച്ചു. പിന്നെ ഉടനെ തന്നെ എനിക്ക് L1 വിസയിലാണ് ഹസ്ബൻഡ് വന്നത്. അപ്പൊ എനിക്ക് അങ്ങോട്ട് L2 വിസയിൽ എനിക്കും കൂടി വരാൻ പറ്റി, ഡിപെൻഡന്റ് വിസയിൽ വന്നിട്ട് ഇവിടെ ഉടനെ ജോലി ചെയ്യാനും പറ്റി. ആക്ച്വലി ഹസ്ബൻഡ് L1 വിസയിൽ, താൻ L2 വിസയിൽ വന്നു. അപ്പൊ അങ്ങനെ വരുമ്പോൾ തനിക്ക് ജോലി ചെയ്യാമോ? ആക്ച്വലി ചെയ്യാം. വർക്ക് പെർമിറ്റ് ഉണ്ട്. ഓക്കെ, എനിക്ക് H1 വിസയിൽ വരുന്നവർക്ക് H1 H4 ഇല്ല, L1 L2 ഉണ്ട്. വരുന്നവർക്ക് ജോലി ചെയ്യാൻ പറ്റും. അപ്പൊ ഇവിടെ വന്നപ്പോഴത്തേക്ക് നേഴ്സ് ആയിരുന്നപ്പം പിന്നെ ജോലി ചെയ്തായിരുന്നോ? ഇല്ല, ആക്ച്വലി ഞാൻ കല്യാണം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും എന്താ പറയുക, ഐ വാണ്ടഡ് ടു സ്പെൻഡ് സം ഫാമിലി ടൈം. സോ ഞങ്ങൾ കല്യാണത്തിന് മുന്നേ തന്നെ തീരുമാനിച്ചതാ, പിള്ളേർ ആദ്യം ഫോക്കസ് ചെയ്ത് പിള്ളേരെ ഒരു ഫാമിലീനെ ഡെവലപ്പ് ചെയ്ത് പിള്ളേർക്ക് വേണ്ടി ഞാൻ ടൈം സ്പെൻഡ് ചെയ്യും.
പൈസ പ്രധാനമല്ലായിരുന്നു, ഫാമിലി ഫോക്കസ്ഡ് ആയിട്ട് ഇരിക്കണം എന്ന് ഉദ്ദേശിച്ചിട്ട് ഞങ്ങൾ രണ്ടാളും തീരുമാനിച്ചതുപോലെ അറ്റ്ലീസ്റ്റ് മിനിമം 5 years വീട്ടിൽ ഇരിക്കും, പിള്ളേരെ നോക്കിക്കോളും എന്നുള്ള ഒരു ഉത്തരവാദിത്വം. അപ്പോൾ ഹസ്ബൻഡ് കമ്പ്യൂട്ടർ പ്രൊഫഷൻ ആയിരുന്നുകൊണ്ട് നല്ല സാലറി ആയിരുന്നിട്ടാണോ അങ്ങനെ ചെയ്ത? ഞാൻ പറയുന്നത് ഇറ്റ്സ് 25 years ago, 25 കൊല്ലം മുമ്പേ നമ്മൾ സംസാരിക്കുമ്പോഴത്തേക്കും ആസ് യു നോ അന്നൊക്കെ പേ ചെക്ക് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഒരു 1 month പേ ചെക്ക് $1,500 അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ അതിൽ $800 റെൻറ്റിനും പോയി, ഗ്രോസറി പോയി, പിള്ളേരെയും നോക്കി, ഡയപ്പറും വാങ്ങിച്ചത് ഓരോന്നൊക്കെ പരിപാടിയും നോക്കിയപ്പോഴത്തേക്കും ഇറ്റ് വാസ് നെവർ അബൌട്ട് ദ മണി, റൈറ്റ്? ഇറ്റ് വാസ് അബൌട്ട് ദാറ്റ് സാറ്റിസ്ഫാക്ഷൻ. നമ്മൾ വീട്ടിൽ കൊച്ചിനെ നോക്കാനായിട്ടുണ്ടല്ലോ, നമ്മളെ ഇപ്പം അത് പുതിയൊരു രാജ്യം എല്ലാം കൂടെ നമുക്കൊരു പേടിയുമുണ്ട് നമ്മൾ പുതിയതായിട്ട് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും. അപ്പോൾ വി വാണ്ടഡ് ഹാവ് ദാറ്റ് ഫാമിലി ടൈം ആൻഡ് ദ ക്ലോസ്നെസ്. സോ ഇറ്റ് വാസ് നെവർ അബൌട്ട് ദ മണി. സോ ഐ വാസ് ഹാപ്പി ദാറ്റ് ഐ വാസ് ഏബിൾ ടു റേസ് മൈ കിഡ്സ് ബൈ മൈസെൽഫ്. ഞാൻ പലരെയും കണ്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ഒരാളെ കാണുന്നത് ഒരു നേഴ്സായിട്ട് വന്നിട്ട് ഞാനൊക്കെ വന്നതിൻ്റെ പിറ്റേ ദിവസം ജോലി ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ട് പൈസ എനിക്കുണ്ടാക്കണം, പിന്നെ എൻ്റെ കുടുംബക്കാരെ സഹായിക്കണം, ഇതൊക്കെ ഒരു ലോങ് ലിസ്റ്റുമായിട്ട് വന്നാണ് പല നേഴ്സസും വരുന്നത്. പക്ഷെ അതിൽ നിന്ന് എൻ്റെ കുട്ടികൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് 5 വർഷം, അതായത് നേഴ്സായിട്ടും വീട്ടിലിരുന്ന്. അപ്പം ആ 5 വർഷം എന്തെങ്കിലും ചെയ്തോന്ന് വെച്ചാൽ എന്തോ പറയണേ, ഞാൻ മോനെ ആദ്യം മോൻ വളർന്നു വരുന്ന സമയത്ത് മോൻ്റെ ഫ്രണ്ട്സ് ആക്ച്വലി സ്കൂളിൽ പോകണം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അങ്ങനെ സ്കൂളിൽ ചെന്ന് സൈനപ്പ് എഴുതിയപ്പോഴത്തേക്കും അവർ ചോദിച്ചു ഞാൻ എന്താ ചെയ്യുന്നത്, ഞാനിങ്ങനെ നേഴ്സാണെന്ന് പറഞ്ഞപ്പം അവരെനിക്കൊരു ജോബ് ഓഫർ ചെയ്തപ്പോഴത്തേക്കും ഞാൻ എങ്ങാണ്ട് 3 months ഐ വുഡ് ഹാവ് ഡൺ ദാറ്റ് ജോബ്. അത് എന്താ പറയുക, നമ്മുടെ ഈ ഡേ കെയർ പോലത്തെ സംഭവമായിരുന്നു. അപ്പോൾ അവിടെ ഒരു സൂപ്പർവൈസർ പൊസിഷൻ കിട്ടിയായിരുന്നു ഞാൻ നേഴ്സായ കാരണം. ചെയ്ത് 3 മാസം ആയില്ല, അപ്പോഴത്തേക്കും ഞാൻ ഇങ്ങനെ എനിക്ക് ആസ് യു സി ഐ എം എൻ ആക്ടിവിസ്റ്റ് ആൻഡ് ഐ എം എൻ ആഡ്വക്കസി പേഴ്സൺ, റൈറ്റ്? സോ എന്തെങ്കിലും തെറ്റ് കാണുമ്പോൾ ഞാനത് പറഞ്ഞിരിക്കും, അത് കറക്റ്റ് ചെയ്യാനുള്ള സ്റ്റെപ്സ് എടുക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു രീതിയിൽ ഞാൻ ആ സൂപ്പർവൈസർ പൊസിഷനിലുണ്ടായിരുന്നപ്പം ഓരോ പരാതികളും പ്രശ്നങ്ങളും കൊണ്ടുവരുമ്പം ആ സൊല്യൂഷനും കൊണ്ടുവരുമ്പോഴത്തേക്കും എനിക്ക് ആ സപ്പോർട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ അത് ശരിയല്ല. അപ്പം അങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു അങ്ങനെ ജോലി ചെയ്തിട്ട് എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല, അപ്പം ഞാൻ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ വിത്തിൻ ദ 3 months ഐ ഗേവ് ഇറ്റ് അപ്പ്, റിസൈൻ ചെയ്തു. പിന്നെയും വീട്ടിൽ വന്നു. ഐ ജസ്റ്റ് സെഡ് യു നോ വാട്ട്, നമുക്ക് കൊച്ചിനെ വളർത്തി ആദ്യം ഫോക്കസ് ചെയ്യാം, എന്നിട്ട് ബാക്കിയാവാം. അതിൻ്റെ ഇടയിൽ പിന്നെ ഞാൻ മോളായിട്ട് പ്രഗ്നൻ്റ് ആയി. സോ പിന്നെ മോളെ വളർത്താനുള്ള ഒരു ഇതിലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് സോ ബൈ ദ ടൈം ഇറ്റ് ടുക്ക് 5 years. എന്നിട്ട് ഞാൻ പതുക്കെ തിരിച്ച് ഒരു റീ എൻട്രി നഴ്സിംഗിലോട്ട് കയറാമെന്ന് വിചാരിച്ച് ഇങ്ങനെ വരുന്ന സമയത്തായിരുന്നു ഇറ്റ് റിയലി അക്കർഡ് ടു മീ ദെൻ ഈ 5 കൊല്ലം ബ്രേക്ക് എടുത്തപ്പോഴത്തേക്കും ഞാൻ എന്തുമാത്രം നഷ്ടപ്പെട്ടു ദ നോളജ് വൈസ്. ബട്ട് ഓഫ് കോഴ്സ് ഐ ഡോണ്ട് റിഗ്രറ്റ് ഇറ്റ് ബിക്കോസ് ഒരു കാര്യം ചോദിക്കട്ടെ. അപ്പം അപ്പോളയിൽ നഴ്സിംഗ് പഠിച്ച് 5 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു, ഡിപ്ലോമ. ഇവിടെ വന്ന് 5 വർഷം ജോലി ചെയ്തില്ല. പിന്നെ എങ്ങനെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയത്? അതൊരു ടഫ് ലൈഫായിരുന്നു. എന്നാന്ന് വെച്ചാൽ ഞാൻ അവസാനം നഴ്സിംഗ് അസിസ്റ്റൻ്റായിട്ട് ഞാൻ കയറി. വെൻ ഐ ഡിസൈഡഡ് ഞാൻ ഓക്കെ അടുത്ത ഇനി എനിക്കൊരു റീ എൻട്രി വേണം എന്ന് വിചാരിച്ച് വന്നപ്പോഴത്തേക്കും എങ്ങനെ കയറണം എന്ന് ആലോചിച്ചപ്പോഴത്തേക്കും എവിടുന്ന് ദയവായിട്ട് എനിക്ക് കാണിച്ചതാണ് എൻ്റെ ഒരു ഫ്രണ്ട്, അപ്പോളോയിൽ ജോലി ചെയ്ത ഫ്രണ്ടിനെ ഞാൻ വാൾമാർട്ടിൽ വെച്ച് പാർക്കിംഗ് ലോട്ടിൽ പരിചയപ്പെട്ടു. അപ്പോൾ ആ കൊച്ചു പറഞ്ഞേച്ച് ഞാൻ പറഞ്ഞു ഇതുപോലെ എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്, ഞാൻ പതുക്കെ ഒന്ന് നോക്കുക തിരിച്ച് വരാനായിട്ട്. അപ്പോൾ എൻ്റെ ഫ്രണ്ട് ഉഷ എന്ന് പറഞ്ഞൊരു ഫ്രണ്ടാണ്. അപ്പോൾ അവൾ എന്നെ കൊണ്ടുപോയി അവളുടെ ജോലി ചെയ്യുന്ന ഒരു ഹോസ്പിറ്റലിൽ നഴ്സിംഗ് അസിസ്റ്റൻ്റായിട്ട് കയറ്റി വിട്ടു. ഇന്നത്തെ ദിവസം വരെ ഞാൻ അവിടെ നഴ്സിംഗ് അസിസ്റ്റൻ്റായിട്ട് തുടങ്ങിയതാ. പിന്നെ ഞാൻ അവിടെ 2 കൊല്ലം അവിടെ നഴ്സിംഗ് അസിസ്റ്റൻ്റ് ആയിട്ടിരുന്നു. പിന്നെ എൻക്ലെക്സ് എഴുതി അവിടെ നിന്ന് പഠിച്ച് പാസ്സായി, ICU നഴ്സായി, പിന്നെ അവിടെ മാനേജറായി, പിന്നെ അവിടെ അഡ്മിനിസ്ട്രേറ്റീവ് സൂപ്പർവൈസറായി. ഇന്ന് ഡ്രഗ് ഡിവേർഷൻ ലീഡ് നഴ്സിംഗ് ആസ് എ പാർട്ട് ഓഫ് റിസ്ക് മാനേജ്മെൻറ്റ്. ആ റോളിൽ ഓൾമോസ്റ്റ് 18 to 19 years ആയിട്ട് ആ ഒരു ഹോസ്പിറ്റലിൽ നിന്നുകൊണ്ടിരിക്കുക. അതെന്തൊരു നല്ലൊരു ആ സെയിം ഹോസ്പിറ്റലിൽ നഴ്സിംഗ് അസിസ്റ്റൻ്റ് ആയിട്ട് കയറിയ ഏത് സ്റ്റേറ്റിലായിരുന്നു? ന്യൂജേഴ്സിയിൽ. ഉഷ കുമാരി? ഇല്ല, ഉഷ അലഗേസൻ. ഓക്കെ, എനിവേ ഐ ഹാവ് എ ഫ്രണ്ട് ദേർ, ഉഷ. അപ്പം അവിടുന്ന് കയറി ഇപ്പം അവിടുത്തെ തന്നെ ഏറ്റവും ഹയസ്റ്റ് ലെവലിൽ, വൺ ഓഫ് ദ ഹയസ്റ്റ് ലെവലിൽ നഴ്സിംഗിൽ എത്തി. പിന്നെ ടെക്സസിലോട്ട് വരാൻ എന്താ കാരണം? മക്കൾ ആക്ച്വലി മോനിവിടെ UT ഡാലസിൽ പഠിക്കണം എന്ന് പറഞ്ഞ് കോളേജിലേക്ക് വേണ്ടി വന്നതാണ്. കോളേജിലേക്ക് ഇവിടെ വന്നപ്പോഴത്തേക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ട് പറഞ്ഞു, അമ്മ നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെടും, നമ്മുടെ നാട്ടിലെ പോലത്തെ ടെമ്പറേച്ചറാണ്, ക്ലൈമറ്റാണ്, ഇറ്റ് വിൽ ബി റിയലി നൈസ്, എല്ലാവരും കൂടെ നമുക്ക് ഇവിടെ തന്നെ ഇരിക്കാമല്ലോ എന്ന്. അപ്പോൾ പിന്നെ മോളെ പുഷ് ചെയ്തു, രണ്ടാളും കൂടെ അവസാനം ഞങ്ങളെ കൺവിൻസ് ചെയ്തു. അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തിക്കിട്ടിയതാണ്. സോ വി റിയലി ആലോചിച്ച് നോക്കിക്കുക, നമ്മുടെ ഈ പിള്ളേർ ഇവിടെ നമ്മൾ ജനിച്ച് വളരുന്ന പിള്ളേർക്ക്
ഈ പിള്ളേർ ഈ പ്രായത്തും അമ്മയും അച്ഛനും ഞങ്ങളുടെ കൂടെ വേണമെന്ന് പറയുന്നല്ലോ, ആ ഒരു ഇറ്റ്സ് റിയലി എ ഹാപ്പി മൊമെന്റ്. ആൻഡ് ഞങ്ങൾക്ക് അത് വിട്ടുകൊടുക്കാനുള്ള താല്പര്യമില്ലായിരുന്നു. അപ്പൊ ആ ചോദിച്ച ആ ഒരു മൊമെന്റ്, ഇറ്റ് റിയലി യുനോ വി വർ സോ ഹാപ്പി ടു ഹിയർ ദാറ്റ്. ആൻഡ് ഞങ്ങൾ വിത്തിൻ 6 months ഐ തിങ്ക് വി ഡിസൈഡഡ് ആൻഡ് ഇങ്ങോട്ട് ഉടനെ പോകുന്നു. ആക്ച്വലി മോള് അന്നേരം 12th-ലായിരുന്നു, 12th കയറാൻ പോകുന്ന സമയമാണ്. അവളുടെ ഫ്രണ്ട്സിനെ എല്ലാരെയും വിട്ടേച്ചാണ് ഇവിടെ വന്ന് 12th ചെയ്ത് പിന്നെ ഇങ്ങോട്ട് കോളേജിൽ കയറിയത്. അത് നമ്മൾ എന്താണ് 5 വർഷം പിള്ളേരോടെ സ്പെൻഡ് ചെയ്ത് അതിൻ്റെ. പിന്നെ എനിക്കും പറയാനായിട്ടുള്ളത്, പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ അമേരിക്കയിലോട്ട് വന്നല്ലോ, ഇനി ഫാമിലി തലമുറ എങ്ങനെയാകും എന്ന്. പക്ഷെ എനിക്കും പറയാനുണ്ട്, കാരണം ഞാൻ എൻ്റെ മോളും കോളേജിലോട്ട് ജോയിൻ ചെയ്യുന്ന സമയത്താണ് എനിക്കൊരു സർജറിയുടെ ആവശ്യം വന്നത്. അപ്പോൾ അവൾ ഔട്ട് ഓഫ് സ്റ്റേറ്റിൽ പോകാൻ റെഡി ആയിട്ടിരുന്ന ആളാണ്. പക്ഷെ വേണ്ട, അമ്മയ്ക്കൊരു സർജറിയാണ്, ഞാൻ പോകുന്നില്ല, ഞാൻ വീട്ടിൽ നിന്ന് പോയി പഠിക്കുവാണ്. എൻ്റെ മോളും ഇപ്പോഴും മീൻസ് കോളേജിലാകുമ്പോൾ എല്ലാവരും വെളിയിൽ പോകും, അവൾ ഇപ്പോഴും 21 വയസ്സുള്ള ആൾ ഇപ്പോഴും വീട്ടിൽ നിന്ന് പോയി വരുവാണ്, ഞങ്ങളുടെ കൂടെ തന്നെയാണ് താമസിക്കുന്നത്. അത് നമുക്കെല്ലാം എപ്പോഴും പറയാൻ പറ്റത്തില്ല, എന്നാ മാറുന്നൊന്നും പറയാൻ പറ്റത്തില്ല. പക്ഷെ അവർ ഇത്രയെങ്കിലും വിളിക്കാൻ തോന്നി, അമ്മയച്ഛനും അടുത്ത് വേണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായല്ലോ. ആ ഒരു മെന്റാലിറ്റി, അതാണ് ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നത്. അത് തന്നെ വളരെ നമുക്ക് എല്ലാവർക്കും സന്തോഷം തരുന്ന ഒരു കാര്യം. ടെക്സസ് ഇഷ്ടപ്പെട്ടോ? തീർച്ചയായിട്ടും. ഇവിടെ ഞാൻ വന്നപ്പോഴത്തേക്കും ഈ പ്രായത്തിൽ എന്താ പറയുക, വി ആർ ഓൾമോസ്റ്റ് എന്താ പറയുക, ഞാൻ ഫോർ മീ ഐ എം ഓൾമോസ്റ്റ് ടേണിങ് 50. ആൻഡ് ഈ പ്രായത്തിൽ വന്നൊരു പുതിയ ഫ്രണ്ട് കണ്ടുപിടിക്കുക, അവരുടെ കൂടെ പരിചയപ്പെടാമെന്നൊക്കെ പറയുന്നത് ഇറ്റ്സ് റിയലി ഹാർഡ്. കൊച്ചിലെ ആണെങ്കിൽ പിള്ളേരെ കൊണ്ട് പാർക്കിൽ പോകുമ്പോഴത്തേക്കും ഒത്തിരി ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ ജോയിൻ ആവും, ഗ്രൂപ്പ് ഫോം ആവും, നമ്മൾ പരിചയപ്പെടാൻ. പക്ഷേ ഇപ്പോൾ ഈ പ്രായത്തിൽ നമുക്ക് എങ്ങോട്ടും ഇല്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ ഇന്ത്യൻ അമേരിക്കൻ നഴ്സസ് ഓഫ് നോർത്ത് ടെക്സസ് ആയിട്ട് പരിചയപ്പെടുന്നു, എല്ലാവരുമായിട്ട് ബന്ധപ്പെടുന്നു. ആൻഡ് ഐ എം ഗ്രേറ്റ്ഫുൾ ഫോർ ദി ഓപ്പർച്യൂണിറ്റി ദാറ്റ് എല്ലാവരും കണ്ടപ്പോൾ തന്നെ സംസാരിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോഴത്തേക്കും തന്നെ ദേ വെൽക്കം മീ കംപ്ലീറ്റ്ലി ആസ് എ ഫാമിലി. ആൻഡ് ദാറ്റ് ഈസ് വാട്ട് ഐ എം ഹിയർ, റൈറ്റ്? സോ ആസ് എ ടീം അതൊരു വളരെ ഒരു ഇറ്റ് വാസ് റിയലി എംപവറിംഗ് ഫോർ മീ ആക്ച്വലി ടു ബി പാർട്ട് ഓഫ് ദിസ് ഗ്രൂപ്പ്. അല്ല, ഇതിനു മുമ്പ് തന്നെ നൈനയിൽ വർക്ക് ചെയ്യുന്നു. നൈനയിൽ ഉണ്ടായിരുന്നു, പക്ഷേ നൈനയിൽ നാഷണൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യൻ നഴ്സസ് ഓഫ് അമേരിക്ക, ഞാൻ ന്യൂജേഴ്സിയിലുള്ളപ്പോൾ അവിടുത്തെ ഇന്ത്യൻ നഴ്സസ് അസോസിയേഷന്റെ പ്രസിഡന്റ് ആയിരുന്നു. അങ്ങനെയായിരുന്നു ഞാൻ നൈനയിലോട്ട് കയറിയത്. പിന്നെ നൈനയിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നപ്പോഴത്തേക്കും നൈനയിൽ ഉണ്ടെങ്കിലും നമുക്ക് ലോക്കൽ ചാപ്റ്റർ ആയിട്ടാണ് കൂടുതലും. നൈനയിൽ ചിലവരായിട്ട് പരിചയപ്പെടാം, പക്ഷേ എല്ലാവരുമായിട്ട് ഈ ഇവിടുത്തെ ലോക്കൽ ടീമായിട്ട് പരിചയപ്പെടാമെന്ന് പറഞ്ഞില്ലല്ലോ. സോ ഇവിടെ വന്ന് ഞാൻ ഈ ലോക്കൽ ടീമായിട്ട് കയറുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് അങ്ങോട്ട് ബന്ധപ്പെടുന്നതും എല്ലാവരുമായിട്ട്. ഇറ്റ് വാസ് സച്ച് എ ഹാപ്പി മൊമെന്റ്. ആൻഡ് എന്നെ ഉടനെ തന്നെ ദേ വർ ഏബിൾ ടു റെഡിലി അക്സെപ്റ്റ് മീ ടു ബി പാർട്ട് ഓഫ് ദ ക്രൂ. സോ ദാറ്റ് റിയലി ഗേവ് മീ എ പ്ലഷർ. ആക്ച്വലി ഈ ഐനെറ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഞാൻ കണ്ടിടത്തോളം കഴിവുള്ളവരെ അക്സെപ്റ്റ് ചെയ്യുന്നു, കഴിവില്ലാത്തവരെ കൈപിടിച്ച് മുമ്പോട്ട് കൊണ്ടുവരാനും റെഡിയാണ്. അത് ഞാൻ എപ്പോഴും താങ്ക്ഫുൾ ടു. അപ്പം ഞാൻ ചോദിക്കട്ടെ, ICU നേഴ്സായിരുന്നു, ഈ ICU നേഴ്സിൽ നിന്ന് ഈ നർക്കോട്ടിക്സിലോട്ട് മാറാൻ കാരണം എന്താ? നർക്കോട്ടിക്സ് എന്ന് പറയുന്നത് ഓക്കെ, സോ അതായത് നർക്കോട്ടിക്സ് മലയാളത്തിൽ മരുന്ന്, വേദനയുടെ മരുന്നുകൾ, അല്ലേ? സോ കൺട്രോൾ സബ്സ്റ്റൻസ് എന്ന് പറയും, നമ്മൾ സ്കെഡ്യൂൾ ഡ്രഗ്സ് എന്ന് പറയും. സോ മെയിനായിട്ട് എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ICU ആയിരുന്നാലും ഞാൻ ഈ ന്യൂജേഴ്സിയിൽ ജോലി ചെയ്തപ്പോഴത്തേക്കും, ICUയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കും വീടും ജോലിയും തമ്മിൽ ഓൾമോസ്റ്റ് 1 hour ഡ്രൈവ് ആയിരുന്നു. പിള്ളേർ കുഞ്ഞായ കാരണം ഹസ്ബൻഡ് ന്യൂയോർക്കിലായിരുന്നു. അപ്പോൾ ഹസ്ബൻഡ് ട്രാവൽ കുറേ ഉണ്ട്. അപ്പം ഞങ്ങൾക്ക് പെട്ടെന്ന് ഇങ്ങനെ പിള്ളേരെ ഷഫിൾ ചെയ്താൽ, നൈറ്റ് ഷിഫ്റ്റ് ചെയ്ത് ഡേ, അറിയാമല്ലോ നമ്മുടെ ഇന്ത്യൻസിൻ്റെ കാര്യം, ഡേ ഷിഫ്റ്റ് നൈറ്റ് ഷിഫ്റ്റ് മാറിയൊക്കെ വരുന്നൊക്കെ ചെയ്തുകൊണ്ട് വരുമ്പോഴത്തേക്കും ഐ തോട്ട് ദാറ്റ് ഓക്കെ, ഞാൻ ICU വിട്ടഴിച്ച് വേറെ ഇങ്ങോട്ട് റിസൈൻ ചെയ്ത് വേറെ ഹോസ്പിറ്റലിലോട്ട് ചാടാമെന്ന് പറഞ്ഞപ്പോഴത്തേക്കുമാണ് പെട്ടെന്ന് അടുത്ത ആ ഹോസ്പിറ്റലുള്ളവർ വിട്ടില്ല, പറഞ്ഞു നോ, യു ഹാവ് സോ മച്ച് ടാലൻറ്റ്, യു നീഡ് ടു സ്റ്റേ വിത്ത് അസ് എന്ന് പറഞ്ഞ് എന്നെ പ്രൊമോട്ട് ചെയ്ത് അഡ്മിനിസ്ട്രേറ്റീവ് സൂപ്പർവൈസർ ആക്കി. അപ്പോൾ അങ്ങനെ ഞാൻ മാനേജ്മെൻറ്റിലോട്ട് കയറിയപ്പോഴത്തേക്കും ദെൻ ഐ ഗോട്ട് എക്സ്പോസ് ടു ഓൾ ദീസ് നഴ്സ് എക്സിക്യൂട്ടീവ്സ് ആൻഡ് ബോർഡായിട്ട് ഇങ്ങനെ എന്താ പറയുക, എനിക്കൊരു ആഡ്വക്കസിക്കുള്ള ഒരു പ്ലാറ്റ്ഫോം കിട്ടി. സോ അവിടെയാണ് എനിക്ക് ഈ എംപവർമെൻറ്റ് കിട്ടുന്നതും ലീഡർഷിപ്പായിട്ട് ബന്ധപ്പെടുന്നതും. ആ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് ട്രാൻസിഷനായി മേളിലോട്ട് കയറി വന്ന് പിന്നെ ഞാൻ മാനേജറായി ഇങ്ങനെ അഡ്മിനിസ്ട്രേഷനിലായിട്ട് പങ്കുപെടുന്നത്. ഇതിൻ്റെ ഇടയിൽ ഞാൻ ഈ ജോലി ചെയ്യുന്നതൊക്കെ കണ്ടിരുന്ന എൻ്റെ ഒരു ഡയറക്ടർ ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളി നമ്മുടെ ഹോസ്പിറ്റലിൽ പുതിയതായിട്ടൊരു ടീം ഇങ്ങനെ ക്രിയേറ്റീവ് ആയിരുന്നു. ഇടയ്ക്ക് വെച്ച് കുറച്ച് ആസ് യു നോ സൂയിസൈഡും നമ്മുടെ മെൻ്റൽ ഹെൽത്ത് ഡിസോർഡേഴ്സൊക്കെ ഇറ്റ്സ് ബീൻ ട്രെമൻഡസ്ലി ബിക്കമിങ് ഹൈ. ആൻഡ് വി റീസെൻ്റ്ലി നമുക്ക് ഇങ്ങനെ വി കെയിം ടു നോ ദാറ്റ് healthcare providers are actually suffering in so much of mental health problems. അത് നമ്മൾ കാണണം.
അത് നമ്മൾ അറിഞ്ഞ സ്ഥിതിക്ക് അതിനെന്തെങ്കിലും ചെയ്യണം. അപ്പം അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് ഞങ്ങളൊരു പുതിയ പ്രോഗ്രാം ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട് ഞങ്ങൾ ഈ സോഷ്യൽ വർക്കർ ആയിരുന്നു എൻ്റെ അവിടുത്തെ ഒരു ഡയറക്ടറായിരുന്നു. അപ്പം ഞങ്ങൾ രണ്ടും ഫ്രണ്ട്സ് ആയിരുന്നു. അപ്പം ഞങ്ങൾ പറഞ്ഞു ഓക്കെ ലെറ്റ് us put a team together. സോ അവരും ഞാനും കൂടെ കൊലാബറേറ്റ് ചെയ്ത് വി ഇൻസ്റ്റിറ്റ്യൂട്ടഡ് ഡിപ്പാർട്ട്മെൻറ്റ് ഡ്രഗ് ഡൈവേർഷൻ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞ ഒരെണ്ണം തുടങ്ങി. വി പുട്ട് ടുഗദർ പ്ലാൻ ഇൻ പ്ലേസ് ആൻഡ് അന്ന് തുടങ്ങിയതാണ് ഈ നാർക്കോട്ടിക്സ് ആയിട്ട്. പക്ഷേ ICU നഴ്സസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഫെൻറ്റനിൽ ഈ എന്താ പറയുക നമ്മൾ ഈ സെഡേഷൻ ഡ്രഗ്സ് എന്നൊക്കെ പറയും. അപ്പോൾ അതൊക്കെ ആയിട്ട് സ്കെഡ്യൂൾ ഡ്രഗ്സ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഒത്തിരി ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പരിചയമുണ്ട് നമുക്ക്. സോ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് വെച്ച് നോക്കുമ്പോഴത്തേക്കും ദിസ് വാസ് സോ ഈസി ഫോർ മീ വിത്ത് ദാറ്റ് ബാക്ക്ഗ്രൗണ്ട് നോളജ് ടു എക്സിക്യൂട്ട് ദിസ് പ്ലാൻ. ആ ഒരു ടീമിനെ ഒരു പ്ലേസിൽ കൊണ്ടുവരാം, ലീഡർഷിപ്പായിട്ട് ബന്ധപ്പെടാം, ആ മാനേജ്മെൻറ്റ് എക്സ്പീരിയൻസ് ആൻഡ് ICU എക്സ്പീരിയൻസ് ടുഗെദർ അത് രണ്ടും കൂടെ ചേർന്നാണ് ഈ റിസ്ക് മാനേജ്മെന്റിലോട്ട് ഞാൻ കയറിയത്. അതാണ് ഇതിന്റെ ഒരു പിന്നെ എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മളിപ്പം BSN ചെയ്ത് അത് കഴിഞ്ഞ് ഞാനിവിടെ വന്നിട്ട് പിന്നെ മക്കൾ കുഞ്ഞായിരുന്നപ്പം ഇതിന്റെ ഇടയിൽ കൂടെ എങ്ങനെയൊക്കെയോ പഠിച്ചൊപ്പിച്ചെടുത്തു. ഓൺലൈനിൽ ബാച്ചിലേഴ്സ് ചെയ്തു, പിന്നെ ഞാൻ മാസ്റ്റേഴ്സ് ചെയ്തു. ഞാൻ മാസ്റ്റേഴ്സ് ഇൻ നഴ്സിംഗ് എഡ്യൂക്കേഷനാണ് ചെയ്തത്. പിന്നെ എല്ലാവരും എൻ്റെ അടുത്ത് ചോദിച്ചാൽ എന്താ NP എടുക്കാത്ത വെച്ചാൽ നമുക്കിപ്പോൾ ഇന്ത്യൻ നഴ്സസ് എന്ന് പറയുമ്പോൾ അറിയോ NP എന്നാണ് ആദ്യത്തെ ചോദ്യം. അപ്പം ഞാൻ എൻ്റെ ഹോസ്പിറ്റലിലെ ആദ്യത്തെ ഇന്ത്യൻ നഴ്സ് മാനേജറായിരുന്നു. സോ എല്ലാവർക്കും വളരെ ഒരു ഷോക്കായിരുന്നു, എന്താ വുമൻ നഴ്സ് മാനേജർ ആയതെന്ന് പറഞ്ഞ്. ഞാൻ പറഞ്ഞ് ഐ ആം എ ലീഡർ, സോ ഐ ലവ് ടു ബി എ നഴ്സ് മാനേജർ. അതിലെന്തെങ്കിലും തെറ്റുണ്ടോ? ഇല്ലല്ലോ. സോ എനിക്ക് എല്ലാവരും NP ചെയ്തു, പക്ഷേ എനിക്കിഷ്ടം ബെഡ് സൈഡും എനിക്കിഷ്ടം എഡ്യൂക്കേറ്റ് ചെയ്യുന്നതും നഴ്സസിനെ വേണ്ടി അഡ്വക്കസി ചെയ്യുന്നതും അവരെ എംപവർ ചെയ്യുന്നതുമാണ്. അപ്പം അതിനു വേണ്ടിയാണ് ഞാൻ ലീഡർഷിപ്പിലോട്ട് കയറിയതും. ആൻഡ് ഐ എം ഹാപ്പി വിത്ത്. അല്ല, പിന്നെ ഒരു കാര്യമുണ്ട് പറയുമ്പം എല്ലാവർക്കും ഒരേ കഴിവല്ല ഈ ലീഡർഷിപ്പ് ആൻഡ് കാരണം ഒരു NPക്ക് പേഷ്യൻറ്റും ഞാനും എൻ്റെ രോഗിയും. അതെ, നമുക്ക് ലീഡർഷിപ്പ് എന്ന് പറയുമ്പം ഇങ്ങനെ ഭരിച്ചു നടക്കുക മാത്രമല്ല, നമ്മളിങ്ങനെ കൊളാബറേറ്റ് ചെയ്ത് എല്ലാവരെയും കൊണ്ടുപോകണം. എനിക്ക് പേഴ്സണലി ആ കഴിവുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ല എനിക്ക് എൻ്റെ ഒരു ചിന്ത, നമ്മുടെ ഒരു ഇന്ത്യൻ ബ്ലഡിൽ അലിഞ്ഞു ചേർന്ന ഒരു കാര്യം, നമ്മുടെ കീഴിലുള്ളവർ നമ്മൾ പറഞ്ഞാൽ കീഴിലെന്ന് പറഞ്ഞാൽ പലരുണ്ടല്ലോ, പല ജോലിയുള്ളവർ, അതായത് നമ്മുടെ പരിസരത്ത് നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവരെല്ലാം അവരവരുടെ ജോലി ചെയ്തോണം. ഞാൻ ചെന്ന് പുറകെ പറയണ്ട, ഒരു പ്ലീസ് പറയണ്ട, ഒരു താങ്ക് യു പറയണ്ട. ഇതൊക്കെ ഒരു ഇന്ത്യൻ കൾച്ചറിൽ വരാൻ ഭയങ്കര പ്രയാസമാണ്. പക്ഷെ ഞാനിപ്പോൾ പഠിച്ചു വരുന്നുണ്ട്. പക്ഷെ നമ്മൾ ഇന്ത്യൻ വിചാരിക്കും ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ കസേര കയറി ഭരിക്കുക എന്നുള്ളത്. പക്ഷെ അങ്ങനെയല്ല. ഇവിടുത്തെ ലീഡർഷിപ്പ് എന്ന് പറയുന്നത് ഭരിക്കാനല്ല. ഇവിടുത്തെ ലീഡർഷിപ്പ് എന്ന് പറയുന്നത് ഇന്റർ ഡിസിപ്ലിനറി ടീമായിട്ട് കൊലാബറേറ്റ് ചെയ്ത് കോർഡിനേറ്റ് ചെയ്ത് ഒരു എക്സിക്യൂട്ട് ചെയ്യുന്നത്. അതാണ് അതിൻ്റെ യഥാർത്ഥം. നമ്മുടെ നാട്ടിൽ ഞാനൊക്കെ പഠിച്ച കാലത്തുള്ള ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ എനിക്ക് പേടിയാണ്. ശരിക്കും എനിക്ക് വേണമെന്നുള്ള ആഗ്രഹത്തിലല്ല ഞാൻ ലീഡർഷിപ്പിൽ ചാടിയത്. ഞാൻ പറഞ്ഞ പോലെ ജോലി വിട്ട് റിസൈൻ ചെയ്യാമെന്നുള്ള ഒരു സമയത്ത് അവരെൻ്റെ കഴിവ് കണ്ട് എൻ്റെ അടുത്ത് എടുത്തോളാൻ പറഞ്ഞ ഒരു പ്രൊമോഷൻ ആയിരുന്നു. അപ്പോഴാണ് ഞാൻ വിചാരിക്കുന്നത്, ഞാൻ കാണാത്തതിനെ എൻ്റെ അടുത്ത് കണ്ടെടുത്ത് എൻ്റെ മെൻറ്റോഴ്സ്, എൻ്റെ ലീഡേഴ്സ് ആ കഴിവ് കണ്ട് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞപ്പം ഐ വാണ്ടഡ് ടു റെസ്പെക്ട് ദാറ്റ്. അപ്പം അതിൽ നിന്നാണ് ഞാൻ ഈ എൻ്റെ ലീഡർഷിപ്പ് ഫൗണ്ടേഷൻ ബിൽഡായി ഇന്ന് ഇവിടെ നൈനയുടെ അടുത്ത പ്രസിഡൻ്റായിട്ട് വരുന്നത്. അതിൽ ഒത്തിരി താങ്ക് യു. ഇത്രയും നല്ല കേപ്പബിളായ കഴിവുള്ള ഒരാളെ നൈനയ്ക്ക് പ്രസിഡൻ്റായിട്ട് കിട്ടിയതിൽ വളരെ നല്ല കാര്യം. പിന്നെ ഏറ്റവും അപ്രോച്ചബിൾ ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ നാട്ടിൽ നിന്ന് ഡിപ്ലോമ പഠിച്ച് ജനറൽ നേഴ്സായിട്ട് പഠിച്ച് ഇവിടെ വന്ന് നേഴ്സ് അസിസ്റ്റൻ്റായിട്ട് തുടങ്ങി അതിൽ നിന്ന് നേഴ്സിങ്ങിൻ്റെ എത്രയും ഉയരത്തിലെത്താമോ അത്രയും ഉയരത്തിൽ സ്വന്തം കഴിവ് മനസ്സിലാക്കാതെ, കാരണം നമ്മളെല്ലാവരും ഞാനെന്നും പറയും, ഇൻക്ലൂഡിങ് മീ, പക്ഷെ വേറൊരാൾ കഴിവ് കണ്ടെത്തി പ്രൊമോട്ട് ചെയ്ത് ഇവിടം വരെ എത്തി. പക്ഷേ ഉമേനെ കാണുമ്പോൾ എനിക്ക് മനസ്സ് നിറയും. കാരണം ആ ചിരിയും ആ സംസാരവും അത് യു ആർ ഗിവിങ് എ പോസിറ്റീവ് ഇൻസ്പിറേഷൻ ടു എ ലോട്ട്. അത് നേരായിട്ടുള്ളൊരു കാര്യമാണ്. അതുപോലെ തന്നെ ഇത്രത്തോളം സമയം എനിക്ക് തന്നതിനും ഒത്തിരി നന്ദി. നിങ്ങൾക്ക് ഇനി അഥവാ ഇതേപ്പറ്റിയൊക്കെ അറിയണം, ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചോദിക്കുക, കമൻറ്റ് ഞങ്ങൾ റിപ്ലൈ ചെയ്യും കഴിവതും. അഥവാ ഇനിയൊരു ഇൻ്റർവ്യൂ ഉമ്മയായിട്ട് ചെയ്യണമെങ്കിലും അതിനും ഞാൻ റെഡിയാണ്, ഉമ്മ റെഡിയാണെങ്കിൽ. എനി ടൈം. എന്താണെന്ന് വെച്ചാൽ നമ്മളൊക്കെ വേണം നാട്ടിലും പലരുമായിട്ട് ആലോചിക്കും ഈ ലീഡർഷിപ്പിൽ എന്തിനാണ് ഞാൻ കയറുന്നത്, എനിക്ക് എന്നാ ഉണ്ടെന്നല്ലേ. സോ ഇറ്റ് ഈസ് ജസ്റ്റ് ആ ഫുൾഫില്ലിംഗ് സാറ്റിസ്ഫാക്ഷൻ, നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത്.
വെദർ എന്തോ പറയുന്നത് വെദർ എന്ന ലീഡർഷിപ്പ് പൊസിഷൻ തന്നെ നൈന അല്ലെങ്കിൽ നമ്മുടെ ജോലിയിലോ ഏതായിരുന്നാലും ഒരു MP ആയിരുന്നാലും തനിക്ക് ലീഡർഷിപ്പിലോട്ട് കയറാമല്ലോ അല്ലേ. സോ വൈ ക്യാൻറ്റ് വി? നമ്മൾ അമേരിക്കയിലാണെന്ന് പറഞ്ഞ് നമ്മൾ ലീഡർഷിപ്പിൽ നിന്ന് പിൻവലിക്കണം എന്നൊന്നും ആവശ്യമില്ല. നമുക്ക് മുന്നോട്ട് കയറാം, നമുക്ക് കഴിവുണ്ടെങ്കിൽ കയറാം. പക്ഷെ കഴിവില്ലാത്തവർ നമ്മൾ ട്രെയിനിങ് നമ്മൾ കൈപിടിച്ച് കൊണ്ടുവരുന്നു എന്നുള്ള ജയ പറഞ്ഞില്ലേ. അപ്പം അതാണ് ശരിക്കും നൈനയുടെ ഒരു പരിപാടി. വി റിയലി ബ്രിങ് യു അപ്പ് ഫോർവേഡ്, വി ഗ്രൂം യു ടുവേർഡ്സ് ദിസ് പ്രൊഫഷണൽ ഡെവലപ്മെന്റ് ആൻഡ് പ്രൊഫഷണൽ ഗ്രോത്ത്. ആൻഡ് ആ ഒരു പ്ലാറ്റ്ഫോമാണ് നൈന നമുക്ക് തരുന്നത്. ആൻഡ് ദാറ്റ് ഇസ് വൈ ഐ എം പ്രൗഡ് ടു സേ ദാറ്റ് ഐ എം ഹിയർ ആസ് എ പ്രസിഡന്റ് ഫോർ നൈന ആൻഡ് ഐ എം ലുക്കിംഗ് ഫോർവേഡ് ടു ഇറ്റ്. പിന്നെ ഒരു കാര്യം, ഞാൻ ഈ നൈനയിൽ വരുമ്പോൾ എനിക്ക് ഡിപ്ലോമ മാത്രമേ ഉള്ളായിരുന്നു. ഈ നൈനയിൽ വന്നു കഴിഞ്ഞാണ് ഞാൻ പലരെയും ഇവർ ബാച്ചിലർ ചെയ്തു, ഇവർ മാസ്റ്റേഴ്സ് ചെയ്തു എല്ലാം. അതിപ്പോൾ ഞാൻ ഓർത്ത് മലയാളികൾ എന്ന് പറയുമ്പോൾ ഞാൻ നാട്ടിൽ നിന്ന് മലയാളം മീഡിയത്തിൽ നിന്ന് പഠിച്ചുള്ളവരാണ്. അപ്പോൾ എൻ്റെ ലാംഗ്വേജ് എന്നെ എപ്പോഴും ഒരു ഫുൾ പാക്ക് ചെയ്യുന്ന ഒരു കാര്യമാണ്. പക്ഷേ നിങ്ങളുമായിട്ടൊക്കെ ഇവിടെ നൈനയിലുള്ള മെമ്പേഴ്സുമായിട്ട് എക്സ്പോഷർ നടത്തിയപ്പം എനിക്ക് ഒത്തിരി എന്നെ അവർ കൈ പിടിച്ചു കൊണ്ടുവരുമായിരുന്നു. എനിക്ക് ഒത്തിരി പ്രയോജനപ്പെട്ട ഒരു അസോസിയേഷനാണ് ഇത്. ഇന്നും എനിക്ക് പലതിലും ആക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലും പക്ഷെ ഇന്നും ഒരു ദിവസം അവധി ഉണ്ടെങ്കിൽ ആ മീറ്റിങ്ങിന് വരാൻ ഞാൻ റെഡിയാണ്. ഞാൻ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു ഇതാണ്. പക്ഷെ കാരണം ഇത് ഞാൻ പറയാൻ കാരണം നമ്മുടെ പല ഇന്ത്യൻ നേഴ്സസും വിചാരിക്കും എനിക്ക് ഈ കഴിവില്ല, എന്നെ കൊണ്ട് അത് പറ്റത്തില്ല. അങ്ങനെയല്ല. നീ ഒരു നേഴ്സാണെങ്കിൽ നീ മൾട്ടി ടാസ്ക് ആണ്. യു റീച്ച് ദിസ് പൊസിഷൻ. അത് മറ്റാർക്കും എല്ലാവർക്കും പറ്റുന്ന ഒരു കാര്യമല്ല. നീ ഒരു നേഴ്സ് ആയെങ്കിൽ ഇനിയും ഈ നേഴ്സിംഗ് എന്ന് പറയുന്ന NCLEX ലൈസൻസ് കിട്ടുക എന്നുള്ളത്, അത് കഴിഞ്ഞിട്ട് പിന്നെ ഉള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഒരു ഗ്രൂപ്പ് ഉണ്ട് സപ്പോർട്ട് ചെയ്യാൻ. എക്സാക്ട്ലി. ആർക്കായിരുന്നാലും ഒരു നേഴ്സായിട്ട് വന്നിട്ട് ഞാൻ ഇത്രയേ ഉള്ളൂ എന്ന് ഒരിക്കലും പറയരുത്. എവിടെ പോകണമെന്ന് ആഗ്രഹങ്ങൾ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ കൈപിടിച്ച് നിങ്ങളെ കൊണ്ടുപോയി എത്തിക്കാം. ആ ഒരു ഹൈറ്റ്സിൽ കൊണ്ടുപോകാനായിട്ടാണ് ഈ നൈന എന്ന് പറഞ്ഞ ഒരു ഓർഗനൈസേഷൻ എക്സിസ്റ്റ് ആവുന്നത്. This is where we are and we will be absolutely happy to do it together. Okay. So, yes, I will come and join in more meetings. Definitely. Anyway, thank you so much. Thank you for your time. Yeah.